നാസറേ ഒന്നോട് വണ്ടി എടുക്കാൻ പറ. നിങ്ങളൊന്ന് വെക്കം നോക്കി പോയാ സമയം പോണ്. അവിടെ നിക്ക്. ആ ഇടത്തെ ഇളഞ്ഞ കോഴി കൂടി വെട്ടിട്ട് നമ്മക്കൊന്ന് ക്ഷീണം മാറ്റണ്ടേ. റെഡി റെഡി. പിടിച്ചോ. മോളെ നോക്കി ഇറങ്ങണേ. ഇത് നമ്മളെ മാമ്പറത്തെ പെണ്ണല്ലേ? ഇത് ഈ പെണ്ണ് തെങ്ങുമല കേറിയ നമ്മളെ പണി പാടുവായിക്കാ. അതാണ് നമ്മളെ നൂർജഹാൻ. ഇനി നമുക്ക് തേങ്ങ കളിക്കാൻ രണ്ട് ഒത്താശ വേണ്ട. ഇനി വിട്ടോ എടാ സൈനുദ്ദീനെ ഇങ്ങോട്ട് വാ. ഈ തേങ്ങൊക്കെ പെറുക്കി കൂട്ടിട്ട് പിന്നിലുള്ള ഷെഡ് കൊണ്ടുപോയിട്ട് തേങ്ങക്ക് ഇപ്പൊ പൊന്നിന്റെ വില. തേങ്ങ മൂന്നാല് എളിഞ്ഞല്ലേ? പിന്നെ ബാക്കിയുള്ള തേങ്ങൊക്കെ വിടറോ. ഇതിപ്പോ എന്താ കഥ? പഠിത്തോന് ഇതും സക്കാത്തോ? ആശാക്കിലുള്ള പിള്ളേർക്കുള്ള സക്കാത്ത്. ഇന്റെ അല്ലോ. സക്കാത്ത് നൽകാത്ത നിസ്കാരത്തായുമ്പോന്നും പഠിച്ചോൻ കാണൂല. എളപ്പ പഠിച്ചോൻ കാണൂല. അമ്മായിയെ ഇപ്പൊ തന്നെ മരം കയറി പെണ്ണെന്ന് പേര് വീണ് കഴിഞ്ഞ്. ഇങ്ങനെ പോയ നാളെ എന്താവും? നമ്മുടെ കൂടെ ജീവിക്കേണ്ട പെണ്ണ. നാട്ടുകാരെന്ത് പറയും? അമ്മായിയെ സ്റ്റാറ്റസ് വിട്ട് കളിച്ച പിന്നെ നിക്ക കളി ഉണ്ടാവൂലാത്ത. ഈ എങ്ങനെ മെരുകിനെ പോലെ നടക്കാതെ ഭക്ഷണം കഴിക്കേണ്ട ഷുക്കൂറേ. അമ്മായി പറഞ്ഞ പിന്നെ മരുമോനിക്ക് തള്ളി കളയാൻ പറ്റുമോ? കോഴി നാടന അല്ല ബ്രോയിലർ. നന്നായി. നാടനാച്ചാലേ കച്ച മുറിയൂല, ഭയങ്കര ബലായിരിക്കും. അമ്മായി കഴിച്ചില്ലേ? ഇല്ല. എന്നാ പിന്നെ ഞാൻ കഴിച്ചിട്ട് കഴിക്കാം. എന്തേ? ആകാശം എത്തിപ്പിടിക്കാൻ നോക്കി ഭൂമി നഷ്ടപ്പെടുത്തരുത് പറഞ്ഞേക്കാൻ എന്റെ മോളോട് ഈ കൂടി അറിഞ്ഞിട്ടായി തോന്നിയതൊക്കെ. ഇതൊന്നും കുടുംബത്തെ പറഞ്ഞ പെൺകുട്ടിയൊക്കെ ചേർന്ന പണിയല്ല. അതാണ് ഞാനും പറയുന്നത് തങ്ങളിപ്പ. ആ എളാപ്പയും കൂടി ചേർന്നിട്ടാണ് ഓളെ ഇങ്ങനെ വഷളാക്കുന്നത്. അയ്യോ അത്ര മോശമൊന്നുമല്ല. അല്ല ഞാൻ മോശമല്ല, നല്ല കച്ചവടമില്ലാത്തവര്. നമുക്ക് ഒരത്തറ കച്ചവടവും പരസ്യവും വെച്ചിട്ടുണ്ട് എല്ലാത്തിനും ഞാൻ. ഇപ്പോഴത്തെ കുട്ടികളല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിക്കൊന്നും വന്നോളണമെന്നില്ല. കറക്റ്റാ. എന്താ അല്ല ഇതിന്റെ ഉപ്പ് വരുവൊക്കെ കണ്ടില്ലേ? സകല തെങ്ങേറ്റക്കാർക്കും ഭീഷണി മുഴക്കിക്കൊണ്ട് നൂറാസ് കോക്കനട്ട് ക്ലൈംബിംഗ്. ഇതെന്റെ ഉമ്മക്ക് സ്മാർട്ട്നെസ് ആവാം, ഓവർ ആവരുത്. എങ്കിൽ ഷുക്കൂർ ഇതാ പിടിച്ചോ. ഒരു തെങ്ങ് കയറി തേങ്ങ ഇട്ടു, അതിലെന്താ ഇത്ര വലിയ കുറ്റം? ഉമ്മക്കറിയില്ലേ മലാല യൂസഫ് സായിനെ? ഓക്കെന്താ പാകിസ്ഥാനില് തേങ്ങയിട്ടായിരുന്നോ പണി? അല്ല പേടികൊള്ളല്. എന്റെ പൊന്നു മൂത്താപ്പ, കാലം മാറി. പർദ്ദക്കുള്ളിലെ ഇരുണ്ട ജീവിതമൊക്കെ കഴിഞ്ഞു. ചന്ദ്രനില് വരെ എത്തി പെണ്ണ്, അറിയില്ലേ? ആ ഷുക്കൂറെ, എനിക്ക് ലൈബ്രറി പോകാൻ സമയം, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ കോഴിക്കാരുമ്പോ പിടിപിടിച്ച് ഞാൻ വൈകും. പുരോഗമനം സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറഞ്ഞേ നമ്മളെ പാരമ്പര്യം മറക്കരുത്. ആരോട് പറയാൻ? ഇവിടെ മാത്രം തന്നിഷ്ടത്തിന് തൈലല്ലോ. കോൺട്രാക്ടേഴ്സിന്റെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തല്ലേ? ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോഴേക്കും നല്ലൊരു തുക കടവായി. കാശിനി ആവശ്യം വരും. ഇവിടുത്തെ കുട്ടികളുടെ സ്നേഹം സത്യമാണെങ്കിൽ ഈ 100 പണമായിട്ട് തിരിച്ചു വരും. എന്താ വിശ്വാസം വരുന്നില്ലേ? എന്റെ കോടിപതി പ്രോഗ്രാം ഒന്ന് കഴിഞ്ഞോട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു മദർ. അപ്പൊ ഓക്കേ മദർ, ബൈ. ശരി. ഓൾ ദ ബെസ്റ്റ് നൂറ. താങ്ക് യു. ഹേയ് നൂറ. ഓ ഡോക്ടർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. വെരി ഗുഡ് മോർണിംഗ്. എല്ലാരും ഉണ്ടല്ലോ. അതെ. നമസ്കാരം. നമസ്കാരം സർ. നിന്റെ കോടിപതി പ്രോഗ്രാം എന്തായി? പ്രിപ്പറേഷൻസ് കഴിഞ്ഞോ? ഒരുവിധം സർ. 19th ഷൂട്ട്. ഓ നൂറ, നിന്റെ പ്രൊഫസർ വിശ്വനാഥൻ എന്നെ വിളിച്ചിരുന്നു. നക്ഷത്രശാസ്ത്രത്തിന്റെ പുതിയ വഴികൾ വെട്ടിത്തെളിക്കാനുള്ള ഇവിടെ ശ്രമങ്ങളെ പറ്റി അയാൾ വാവരാതെ സംസാരിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. എന്തായാലും ശാസ്ത്രലോകം നിന്റെ റിസർച്ചിനെ വളരെ കൗതുകത്തോടെയാണ് ഉറ്റു നോക്കുന്നത്. പുതിയ രീതിയിലൊരു അന്വേഷണം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഇദ്ദേഹം സോറി, ഇദ്ദേഹം ബ്രദർ ജെയിംസ്, ആശാ കിരണിലെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ആണ്. ഇടയ്ക്ക് കുറച്ച് സോഷ്യൽ വർക്കും ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. താങ്ക് യു സർ. വരട്ടെ. ശരി ഡോക്ടർ. അടിക്കൂ തുടക്കൂ മണക്കൂ ജനകോടികളുടെ വിശ്വസ്ത പെർഫ്യൂം നൂറ എക്സ്ട്രാ എവർലാസ്റ്റിംഗ് പെർഫ്യൂം. എന്തേ പിടിച്ചില്ലേ? അതെ, ലോക്കൽ ചാനൽ പോണ പരസ്യത്തിന് ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് മതി. ഇതന്നെ ധാരാളാ. സംഭവം എനിക്കിഷ്ടായിട്ടോ ഷുക്കൂർ ഭായ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഈ വക കോമാളി വേഷം കെട്ടില് ഞാൻ ഇതോടെ നിർത്തി. അപ്പൊ നമ്മുടെ പുതിയ പേർഷ്യൻ മേടനോ?
അതിന് നമ്മൾ എന്റെ പേരിട്ടേക്കണ് ന്യൂറ ബോഡി സ്പ്രേ. ചായക്കരുത്. ആരോട് ചോദിച്ചിട്ട് എന്റെ പേരെന്താന്ന് എനിക്ക് അത്ര കച്ചവടം നടത്താനുള്ളതാ? കുറച്ച് കൂടുന്നുണ്ടേ. നൂറ, കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടിന്റെ ആഗ്രഹല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കും ഡോക്ടറെ. ഞങ്ങൾക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ ഇപ്പോഴേ 4 കായ് ഉണ്ടാക്കാന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഊതിന്റെയും അത്തറിന്റെയും ബ്രാൻഡ് അംബാസഡർ നൂറ തന്നെയാണ്. പടച്ചോനാണ് സത്യം. ഇത് കണ്ട ന്യൂ ഐറ്റം സ്പ്രേ, പെരുന്നാൾ സ്പെഷ്യലാ. എന്റെ ഷുക്കൂറെ, ഇതിനൊരു കെട്ട ബീഫ് ബിരിയാണിയുടെ മണം. എന്നാ തിന്നോളി, ഞാൻ പോവാ. എന്തായാലും ഞാൻ നൂറിയോടൊന്ന് ആലോചിക്കട്ടെ. മതി, നല്ലോണം ആലോചിച്ചിട്ട് മതി. എന്നാ പിന്നെ നമ്മളിറങ്ങട്ടെ. ശരി. വരട്ടേക്കാ. ആ, എന്താ ഷുക്കൂറെ, ഇന്ന് കട തുറന്നില്ലേ? ഇതാ പോവാമായി. ഞാൻ ആ പരസ്യത്തിന്റെ സീഡ് ഒന്ന് നൂറിനെ കാണിക്കാൻ വന്നതാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അവളെ ഒന്ന് മര്യാദയ്ക്ക് പഠിക്കാൻ വിട്. എന്താ അതെല്ലാള് കോയന്തിനാ വന്ന്? അത് നമ്മളെ പുതങ്ങാടിയിലെ മൊയ്തീനാജിന്റെ ഒരേ ഒരു മകൻ, അമേരിക്കയിലെ ഡോക്ടർ, നമ്മളെ നൂറൊക്കെ കല്യാണം ആലോചിക്കാൻ വന്നിട്ട് ആളെ പഠിപ്പിക്ക. ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിട്ട് എനിക്ക് എന്റെ മയ്യത്ത് കുളിപ്പിക്കലല്ലേ പണി. അവിടെ നിക്ക്, ഇന്റെ മയ്യത്തല്ല നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിട്ട് വരുന്നു. കൊന്ന് ഞാൻ ജയിലിൽ പോവും. പേടിപ്പിക്കല്ലേ. ഒരു മോർച്ചർക്കം വന്നിട്ട് കരിങ്കു കോന്തൻ മാറവിടുന്ന്. പേഴ്സണാലിറ്റിയിൽ തൊട്ട് കളിക്കരുത്. എന്തില്? നിന്റെ പേഴ്സണാലിറ്റിയിൽ തൊട്ട് കളിക്കരുത്. പേഴ്സണാലിറ്റിയോ? ഇതിമല്ലോ നല്ല കോലം. ഒന്ന് മാറവിടുന്ന്. ബാങ്ക് കൊടുക്കാനായി നേരം. ഇത് മതിയോ സാർ? ലെഫ്റ്റ് പാൻ മതിയാ? ഓ റൈറ്റ് പാൻ. ഇപ്പോഴോ? ആ തകരവിളക്കൊന്ന് നേരെ വെക്കിന്റെ ഇഷ്ട. സാർ, നമ്മുടെ സൈനിത്താന്റെ മുഖം വല്ലാണ്ടങ്ങ് വെളുത്തു പോകുന്നൊരു സംശയം. ഈ അൻസാറിന്റെ ലൈറ്റിങ്ങിലോ? മോനെ, ഇത് ഇന്നൊന്നിലും തുടങ്ങിയ പണിയല്ല. ഒരുപാട് കല്യാണങ്ങൾ ചുഴറ്റിയെടുത്ത കയ്യായത്. കഴിഞ്ഞ തവണ നീ ചുഴറ്റിയെടുത്തുകൊണ്ടാ പരിപാടി കുളമായത്. എന്റെ പ്രൊഡ്യൂസർ സാറേ, ആകെ തരുന്ന 550 ഉറുപ്പ്യക്ക് ഞാൻ ഈ കോഴിക്കോട്ടങ്ങാടി മുഴുവൻ പകർത്തി വെക്കണ. ഇത് തന്നെ വിചാരിച്ചിട്ടൊന്നല്ല. നമ്മുടെ സൈനബാടെ സ്റ്റൈല്, ആ മൊഞ്ച്, അതൊക്കെ കുറ്റിച്ചിറയിലെയും പുതിയാപ്പയിലെയും ചെറുപ്പക്കാര് പിള്ളേര് കണ്ടിട്ടൊന്ന് കുളിരട്ടെന്ന് വിചാരിച്ചിട്ടാ. എന്റെ അൻസാർക്ക ആകെ 214 വീട്ടിലേക്ക് കണക്ഷൻ ഉള്ളൂ. അവിടെയാണെ പരിപാടി കാണാൻ കുറെ ഉണങ്ങിയ തള്ളച്ചുമാര്. ഈ കുളിരിനാണ് നിങ്ങളെ ഈ പത്രാസ് ചേലക്കാണ്ട് പോയി സൈന്യത്താനെ വിളിച്ചിട്ട് വേണം. ഇത്താത്ത നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കരിച്ചാലേ മലബാർ ചട്ടിപ്പത്രിക്ക് കുഴച്ചു വെച്ച മാവങ്ങ് പുളിക്കും. Welcome to the great show, The Taste of Malabar, the Malabari Cookery Show. I'm Sainaba Begum. In this episode, I'm going to introduce you to a very tasty and novel item, Malabar Chattipatri. ഏത് വിഭവവും ശരിയായ രീതിയിൽ പാചകം ചെയ്താൽ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഹെൽത്ത് ആൻഡ് വെരി ന്യൂട്രീഷ്യസ്. ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ നളപാകം. സ്വാദിഷ്ടമായ മലബാർ ചട്ടിപ്പത്രി ഉണ്ടാക്കേണ്ട വിധം: വേണ്ട ചേരുവകൾ 1 കിലോ. അൻസാരിക്ക, ആ ക്യാമറ ഒന്ന് ഓഫാക്കിക്കൊള്ളി. വല്ല പത്തിരിന്റെയോ അപ്പത്തിന്റെയോ ഓർഡർ ആണെന്നൊന്ന് നോക്കിക്കോട്ടെ. പിന്നെന്താ സൈനുട്ടി? ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് വിളമ്പിയ നാവിന്ന് വരുന്ന ഭാഷേ. ഇന്ന് രാത്രി എയറിൽ അല്ല വയറിലൂടെ പോണ്ട സാധനം എന്റെ സൈനുത്ത. വയറ് കൂടിയോ? ആ, കേബിൾ വഴി ടെലികാസ്റ്റ് ചെയ്യുന്ന പരിപാടി ഉദ്ദേശിച്ചത്. നീ ഫോൺ ചെയ്ത സൈനുട്ടി, ഓർഡർ കളയണ്ട. ഇത് ഓർഡർ അല്ല, ഡിസോർഡറാ. ഈ എവിടാണ്ടാ ഹറാൻ പറയുന്ന കുരുത്തം കിട്ടവനെ? അനക്ക് എന്താണ്ടാ? വിളിച്ച ഫോൺ എടുത്തൂടെ? ഇന്നലല്ലടാ അനക്ക് ഞാൻ 200 രൂപയ്ക്ക് ഫോൺ റീചാർജ് ചെയ്തെന്ന്. അത് മുഴുവൻ കണ്ട പെൺകുട്ടികളെ വിളിച്ച് തീർത്തിട്ടുണ്ടാവൂല്ലേ? പഠിക്കാൻ പോവാന്നും പറഞ്ഞ് നാടും തണ്ടി നടന്നോ. പെങ്ങളാന്നും പറഞ്ഞ് നമ്മളൊരുത്തി ഉണ്ടല്ലോ അനക്ക് വേണ്ടി കഷ്ടപ്പെടാൻ. നിങ്ങൾ ചൂടാവല്ലേ? പിന്നെ സത്യം പറ, ഈ ഇപ്പൊ ഏത് ദുനിയാവില്ല? ഞാൻ ഈ ദുനിയാവിൽ തന്നെ ഉണ്ട് ഉമ്മത്ത. ഞാനേ സൂഫി സംഗീതത്തിന്റെ മെഹഫിലാണ്. മ്യൂസിക് ഷോ തുടങ്ങാൻ പോവാ. ഞാൻ ഇന്ന് കസറു ഉമ്മത്ത. അനുഗ്രഹിച്ചോളി. അങ്ങനെയാ? എങ്കി ഞമ്മളെ ബാപ്പാനെ വിചാരിച്ച് ഈ അങ്ങോട്ട് അടിച്ചു പൊളിക്കടാ.